ഈ ഇൻഡോർ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരുപാട് വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഗ്ലോണിമ എന്ന് പറയുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. കാരണം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് മലബാർ ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. അഗ്ലോണിമയിൽ മാത്രം 12-ലധികം വെറൈറ്റികളാണ് ഇവിടെയുള്ളത്. ഇപ്പം നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നത് തന്നെ 12 ടൈപ്പ് അഗ്ലോണിമയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. മാജിക് മീഡിയയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതോടൊപ്പം നമ്മൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇതിൻ്റെ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കും. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ലിജോ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ലിജോനോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറയും. ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഞാനിപ്പോൾ ഇവിടെ കണ്ടു. പക്ഷേ അഗ്ലോണിമയിൽ മാത്രം ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റോക്കിൽ തന്നെ 12 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു 20 വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റോക്ക് ഒരു 12 വെറൈറ്റി തന്നെ ഉള്ളൂ. അതിനെ ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക്. 12 വെറൈറ്റി അഗ്ലോണിമ. അതെ 12 വെറൈറ്റി അഗ്ലോണിമയാണ് ഇപ്പോൾ ഇവിടെ. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള വെറൈറ്റികൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ഐറ്റത്തിൽ തന്നെ വെറൈറ്റി ഉള്ളതൊരു അഗ്ലോണിമയ്ക്കാണ്. അഗ്ലോണിമയുണ്ട്, പിന്നെ സെക്യുലൻസ് ഉണ്ട്, അങ്ങനത്തെ വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നേന്ന് നമുക്ക് പരിചയപ്പെടുത്തി തുടങ്ങാം. ഇത് ഒരു വെറൈറ്റി ഉള്ള ഒരു അഗ്ലോണിമയാണ്. പീകോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ. ഇത് വളരെ ലോ ലൈറ്റിൽ, അതായത് അധികം തീരെ സൺലൈറ്റ് വേണ്ട, നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് അഗ്ലോണിമ എന്നതിൻ്റെ മൊത്തത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അധികം വെളിച്ചം ആവശ്യമില്ല. വെള്ളം മറ്റുള്ള ചെടികളുടെ പോലെ വേണമെന്നില്ല. നന്നായി എന്നുവെച്ചാൽ ഭയങ്കര സൂര്യപ്രകാശത്തിൽ എന്താ പറയുക, ഇതിനെ ഇലക്കി ചെറിയ കരിച്ചിലൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞത് ഒരു ഫുൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇൻഡോർ ആണ്. പിന്നെ സെമി ഇൻഡോർ ആണ്. ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പൊ സിറ്റ് ഔട്ടില്, പിന്നെ ചെറുതായിട്ടൊരു വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇതിപ്പോ ഇതിനേക്കാളും കൂടുതൽ വലിപ്പം വെക്കുന്ന ഒരു ടൈപ്പാണ്. വലിപ്പം വെക്കും. പിന്നെ ഇതിങ്ങനെ ബ്രാഞ്ചസ് ഇതിപ്പോ ഇതില് ഒരു 3-4 പ്ലാന്റ്സ് തന്നെ ഉണ്ട്. അപ്പൊ അതിങ്ങനെ ബ്രാഞ്ച് പൊട്ടി വന്നിരിക്കുന്നതാണ്. ഇതിങ്ങനെ തിക്കാവും തോറും ചെടി നല്ല വൃത്തിയായിട്ട് വരും, കാണാനും നല്ല നമുക്കൊരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പോട്ടിൽ 2-3 ബ്രാഞ്ച് വെച്ച് കഴിഞ്ഞാല് വളരെ ഒരു ബ്രാഞ്ച് വെച്ചാലും മതി. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും വലുതായിട്ട് വരാനായിട്ട്. ഇതില് വേറൊരു വെറൈറ്റി ആണ് അല്ലേ? ഇത് വേറൊരു വെറൈറ്റി ആണ്. ഇത് അധികം ഹൈറ്റ് വരാത്ത ഒരു അഗ്ലോണിമയാണ്. ഇത് പേൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണിത്. പേള് ഇതിന്റെ ഇല ഇങ്ങനെ ഉണ്ടല്ലേ, നല്ല ഒരു ഇങ്ങനെ ചുരുണ്ടിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. ഇതില് ഇപ്പൊ ഒരു കുറെ പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നല്ല ഹെൽത്തി ചെടിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ലോ ലൈറ്റിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ്. പിന്നെ ഇത് കുറച്ചും കൂടിയും ഒരു സൺലൈറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് ഒന്നുകൂടി ഷൈനിങ് ഉണ്ടാവും. എന്നാൽ നല്ലതല്ല, ഒരു ചെറിയൊരു ലോ ലൈറ്റിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് അധികം ഹൈറ്റ് വരാത്ത ഒരു വെറൈറ്റി ആണ് അഗ്ലോണിമ. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു ടേബിളിലോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ പ്ലാന്റ്സ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം. ഇത് വളരെ ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ്. കാഴ്ചയിൽ തന്നെ വളരെ രസമുണ്ട്. അതെ, ഇത് കുറച്ച് പ്രായമുള്ള ചെടിയാണ്. നല്ല തിക്കായിട്ട് വളർത്തിയിട്ടുള്ള ഒരു 8-10 ബ്രാഞ്ചസ് ഇതിലുണ്ട്. മോഡലിന്റെ പേര് ബട്ടർഫ്ലൈ എന്ന് പറയും. ബട്ടർഫ്ലൈ പോലെ ഇതിന്റെ ലീഫൊക്കെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീവ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അഗ്ലോണിമയിൽ പെട്ട ഒരു വെറൈറ്റി ആണിത്. ഇതും അധികം ലൈറ്റ് ഇല്ലാണ്ട് തന്നെ, സൺലൈറ്റ് ഇല്ലാണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത ഒരു റോസ് കളർ ഇതിന്റെ. അതെ ഇതിന്റെ ഒന്നുകൂടി കളറായി വരാണ്ട്. ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ നല്ല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിപ്പോ അത്യാവശ്യം വലിയ പോട്ടിലാണ് ഇരിക്കുന്നത്, മനസ്സിലായി. ഇതിപ്പോ ഒരു 3-4 ചട്ടികളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഇനി വളരുന്ന ഒരു ടൈപ്പിൽ പെട്ടതാണ്. ഇത് അധികം ഹൈറ്റ് വരില്ല. അധികം ഹൈറ്റ് വരാത്ത ഒരു വെറൈറ്റി തന്നെയാണ് ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന വെറൈറ്റി. ഇപ്പൊ നമ്മൾ ഈ കണ്ടതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു വൈറ്റ് കളറിലാണ് ഇതിന്റെ തണ്ട്. വേറൊരു ഇത് അധികം ഇവിടെ കാണാത്തൊരു വെറൈറ്റിയാണ്. ഇത് അഗ്ലോണിമ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ഗോസ്റ്റ് അതായത് ഇതിന്റെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇതിന്റെ. നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ല വൃത്തിയാണ്. ഇൻഡോറിലിരിക്കും. നമുക്ക് ഒരു എന്താ പറയാ, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല നമുക്കൊരു കാണാനായിട്ട് നല്ലൊരു രസമുള്ള ഐറ്റാണിത്. കാരണം വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ഇലയേക്കാളും കൂടുതൽ തണ്ടുമിക്കൊക്കെയാണ് ഇതിന്റെ ഒരു നല്ല ഭയങ്കര ബ്രൈറ്റ് കളറാണ്.
അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പൊ നമ്മളോട് അധികം ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന ആളുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ഐറ്റം ആയിരിക്കും. സെയിലുണ്ട്. ഇപ്പൊ പുതിയ അഗ്ലോണിമാസിന്റെ പുതിയ വെറൈറ്റികൾ ചോദിച്ചു വരുന്ന ഒരു പേര്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് മേടിച്ചു പോവാറുണ്ട്. ഇത് അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു വെറൈറ്റി. അത് പണ്ടത്തെ നാടൻ അഗ്ലോണിമ അഗ്ലോണിമ അല്ലെങ്കിൽ കൂടി, പക്ഷെ ഇതിന് ഇപ്പോഴും നല്ല രീതിയിൽ ആവശ്യക്കാരുണ്ട്. കാരണം ഈ വെറൈറ്റിയുടെ ഭംഗി ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ഇതിന്റെ എഡ്ജിലൊക്കെ നല്ല ലിപ്സ്റ്റിക്കിന്റെ കളറാണ്. അത് മനസ്സിലായി, അതിന് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്നത്. പക്ഷെ ഇത് പഴയ ഒരു വെറൈറ്റി ആണെങ്കിൽ കൂടി ഇതിന് ഒരുപാട് ആൾക്കാരും ഉണ്ട്, ഒരുപാട് ഡിമാൻഡും ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്നത്. ഇത് ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐറ്റം തോന്നുന്നു. അതെ, ഇത് പക്ഷെ നേരത്തെ പറഞ്ഞ ലിപ്സ്റ്റിക് പോലെ തന്നെ നമുക്ക് നല്ല മുന്നോട്ട് ഇവിടെ ഉള്ള ഒരു വെറൈറ്റി അഗ്ലോണിമ സ്നോ വൈറ്റ് എന്ന് പറയും. സ്നോ വൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇലക്കി കണ്ടില്ലേ, ഇതിന്റെ ആ ഒരു സ്നോ വൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുറെ കാലമായിട്ട് നമ്മുടെ അവിടെ ഉപയോഗിച്ച് വരുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മളവിടെ ഉള്ള ഒരു അഗ്ലോണിമയുടെ വെറൈറ്റി തന്നെയാണ്. ഇത് പഴയ വെറൈറ്റി തന്നെയാണ്, പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അഗ്ലോണിമ അല്ല. പക്ഷെ ഇതിനും ഈ പറഞ്ഞ പോലെ നല്ല ആവശ്യക്കാരുണ്ട്. നല്ല രീതിയിൽ ഇൻഡോറിലിരിക്കും, പിന്നെ അധികം വെള്ളം വേണ്ട, നല്ല പെട്ടെന്ന് നല്ല അധികം അങ്ങനെ കെയറിങ് വേണ്ടാത്തൊരു. നല്ല വെയിലുള്ളടുത്ത് പറ്റില്ല, അതിന്റെ ഇലകൾക്ക് ഒരു കരിച്ചൽ വരും. ഒരു ഇളം വെയിലുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ നല്ല കളറായിട്ട് അതെ. ഇപ്പൊ നമ്മള് അഗ്ലോണിമയിൽ പറഞ്ഞതിൽ ഏറ്റവും വൈറ്റ് ഇതിന്റെ തണ്ടോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ഇതാന്ന് തോന്നുന്നു. അഗ്ലോണിമ കട്ട്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. കട്ട്ലസ് ഇതിന്റെ ലീഫ് വളരെ എന്താ പറയാ തിന്നായിട്ടുള്ള ലീഫാണ്. പിന്നെ നല്ല ഇത് വരും, എന്താ പറയാ നീളൻ പോവും, നല്ല ഹൈറ്റ് വരുന്നതാണ്. കുറച്ച് ഹൈറ്റ് വരുന്ന ടൈപ്പിൽ പെട്ടത്. ഇതിന്റെ തന്നെ വലുതാണോ ആ പുറകിൽ കാണുന്നത്? അത് അല്ല, അത് വേറെ വെറൈറ്റിയാണ്. അഗ്ലോണിമ കട്ട്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല എന്താ പറയാ ഇതിന്റെ ഇലയ്ക്ക് ഒരു ചുരുണ്ടിട്ടാണ് വരിക ഇതിന്റെ അഡ്ജൊക്കെ. അതാണ് ഇതിന്റെ ഒരു വൃത്തി. ഇതും അധികം കാണാത്തൊരു പുതിയതല്ല, എന്നാലും പൊതുവിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു ഐറ്റം. അതെ അതെ അതെ, ഒരു വലിപ്പം കൂടിയ ടൈപ്പിൽ അഗ്ലോണിമ തോന്നുന്നുണ്ട്. അതെ അതെ, ഇത് അതിന്റെ ലീഫ് ഭയങ്കര വലിപ്പമാണ്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയൊരു പോട്ടിൽ വെച്ചാൽ നല്ല വൃത്തിയുണ്ടാവും. ഇതിന്റെ ഇലകളൊന്നും പെട്ടെന്ന് നശിച്ചു പോണതല്ല, നല്ല കട്ടിയുള്ള ഇലകളാണ്. അഗ്ലോണിമ ഐസ് എന്നാണ് ഇതിന് പറയാ. നല്ല ഒരു മിൽക്കി എന്നും പറയും. നല്ല വലിയ ലീഫുകളാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നല്ല ഭംഗിയാണ്, ഷൈനിങ് ആണ്. ഇൻഡോറിലിരിക്കും, അധികം തീരെ വെളിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ. ഇപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടുള്ള ഒരു ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിന്റെ. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലുപ്പമുള്ള ഒരു ഹാളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ വലിയൊരു പോട്ടിലേക്ക് വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പം വരും. അതെ അതെ, നല്ല കുറച്ചുകൂടി നല്ല വൃത്തിയുള്ള ഇൻഡോർ പോട്ട്സിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല വൃത്തിയിലും നന്നായി നല്ല രീതിയിൽ വളരും. ഇത്രയും വലിപ്പം വരുന്ന അഗ്ലോണിമയില് ഒരു നല്ല ഭംഗിയുള്ള വലിപ്പം, ലീഫിന് വലിപ്പമുള്ള ഒരു അഗ്ലോണിമയിലെ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു ഭംഗിയുള്ള ഒരു ഇലയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന് സമാനമായിട്ടുള്ള വേറൊരു മോഡൽ കൂടി ഉണ്ടല്ലോ, ഇതിന്റെ ഒരു തണ്ടിന്റെ കളർ. നേരത്തെ അഗ്ലോണിമ കട്ട്ലസ് എന്ന് പറഞ്ഞിട്ട് ഇത് അഗ്ലോണിമ വൈറ്റ് സ്റ്റെം എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ്. വൈറ്റ് സ്റ്റെം ഏകദേശം കട്ട്ലസിന്റെ ഒരു മോഡൽ ഉണ്ട്. ഇതിന്റെ കുറച്ചുകൂടി നീളനുള്ള ലീഫായിരിക്കും, മറ്റേത് ഇത്ര നീളൻ ഉണ്ടാവില്ല അല്ല. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം വലിപ്പത്തിൽ വളരുന്ന ടൈപ്പാണ്. വലിപ്പത്തിൽ വളരും. ഇത് നമുക്കൊരു ചെറിയ പോട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ പോട്ടിൽ വെക്കുന്നത് വലിയ പോട്ടുകളിൽ വെക്കുന്നതാണ് ഇതിന്റെ ഒക്കെ ഒരു വൃത്തി. ഇതൊരു വലുതാകുമ്പോഴാണ്, ചെറുതിൽ അത്ര വൃത്തി തോന്നിക്കില്ല. നമുക്ക് കുറച്ചുകൂടി വലുതായി ഇപ്പൊ ഈ മിനിമം ഈ ഹൈറ്റിലൊക്കെയാണ് ഇതിന്റെ ഒരു വൃത്തി തോന്നിക്കുക. ഇതും വലിയ ലീഫിൽപ്പെട്ട അഗ്ലോണിമയുടെ വെറൈറ്റി തന്നെയാണ്. ഒസാക്ക എന്നാണ് പേര്. ഒസാക്ക ഇത് എന്താ പറയാ, ഒരു അത്ര ഷൈനിങ് അല്ല ഇതിന്റെ അല്ല, പക്ഷെ ഒരു ഡിസൈൻ ഉണ്ട്. ഇത് കുറച്ചുകൂടി ഒന്നും കൂടി വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന ഒരു വേണമെങ്കിൽ അധികം വെയിൽ കൊള്ളാത്ത ഒരു ഔട്ട്ഡോറിൽ വേണമെങ്കിലും വെക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഇലയ്ക്ക് ഒന്നുകൂടി ഷൈനിങ് ആണെങ്കിൽ കുറച്ചുകൂടി സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഒന്നുകൂടി. നമ്മളിപ്പോ ഒരു വലിയൊരു ഗ്ലാസ് ഫ്രെയിമിന്റെ വെച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും, നല്ല ഷൈനിങ്. ചിലർക്ക് ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള അഗ്ലോണിമകളോടാണ് കൂടുതൽ താല്പര്യം.
ഇപ്പൊ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വലിയൊരു ഏരിയയിലേക്ക് വലിപ്പമുള്ള വലുതാക്കണമെങ്കിൽ ഇത് നല്ല രീതിയിൽ വലുതാവും. ഒരുപാട് കാലം ഇങ്ങനെ തന്നെ നിൽക്കും. ഇപ്പൊ അധികം വെള്ളം എന്നില്ലെങ്കിലും നല്ല രീതിയിൽ എന്താ നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ള ഒരു വെറൈറ്റി ആണ്. ഇതും അഗ്ലോണിമ പേൾ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി തന്നെയാണ്. ഇത് ഇതിന്റെ ലീഫും ഇതിപ്പോ ഒരു പഴയ വെറൈറ്റി ആയിട്ടാണ് നമുക്ക് പഴയ വെറൈറ്റിയാണ്. മുന്നേ നമ്മുടെ അവിടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിന്റെ ഒരു തണ്ടിന് ഒരു വൈറ്റ്നസ് ഉണ്ട്. നല്ല ചില കസ്റ്റമേഴ്സ് പറഞ്ഞാൽ കൂടുതൽ വലിയ ലീഫ് ഇഷ്ടമുള്ള അഗ്ലോണിമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ചിലരെന്ന് പറയുന്നത് ചെറിയ ലീഫ്. അത് ഓരോരുത്തരും ഓരോ ഭംഗിയാണ്. ഇപ്പൊ ഈ അഗ്ലോണിമയുടെ നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്ന ഇതിന്റെ ഒരു ടൈപ്പ് സാധനങ്ങളില്ല. അത് പക്ഷെ അഗ്ലോണിമ അല്ല, അത് ഡൈഫംബൊക്കെയുടെ പഴയ വെറൈറ്റികളാണ്. അത് ഇപ്പൊ നമുക്കില്ല നമ്മളവിടെ. പക്ഷെ ചില ലീഫ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അതിപ്പോഴും വീടുകളില് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കുന്നുണ്ട്. ഇതിപ്പോ ഏകദേശം നല്ല വലിപ്പം വരുന്ന ഒരു ടൈപ്പിൽ അത്യാവശ്യം വലിപ്പം വരും. ഇതിങ്ങനെ ബ്രാഞ്ചസും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിന്റെ തണ്ടിന് തന്നെ നല്ലൊരു ബലമുള്ള വെറൈറ്റിയാണ്. ഇത് നമ്മള് ഇതിന്റെ ഒരു ഏകദേശം ഒരു മോഡലിൽ ഒരെണ്ണം നേരത്തെ കണ്ടിരുന്നു. അതെ, ഇത് ട്രോപ്പിക്ക എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അധികം ചെറിയ ലീഫുകളാണ്. കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയിലോ പെട്ട ഒരു ഇതാണ്. അധികം അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിന്റെ തണ്ടിലേക്ക് നല്ല കരുത്തുണ്ട്. പിന്നെ ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ നന്നായി വളരും. ഇത് തിക്കായി വളരുമ്പോഴാണ് ഒന്നുകൂടി ഇതിന്റെ ഭംഗി നമുക്ക് അറിയാം. നമ്മൾ ഇതേപോലത്തെ പോട്ടിലൊരു 3-4 പീസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് വെച്ച് തന്നെ ഒരു 6 മാസത്തിനുള്ളിലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരും. നമുക്കിപ്പോ ഒരു സാധാരണ രീതിയിലേക്ക് ഇതിനൊരു കെയർ കൊടുത്താൽ മതി. അതെ, നോർമൽ പൊതുവില് മറ്റുള്ള ചില സാധനങ്ങൾ വെച്ച് നോക്കുമ്പോ സെമി ഷെയ്ഡ് ആയിട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓവറായിട്ടുള്ള വളപ്രയോഗം നോർമൽ രീതിയിൽ വളർത്തിയാൽ മതി ഈ പ്ലാന്റ് ഒക്കെ. ഇത് മലബാർ ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെയും പരിചയപ്പെടുത്തിയത്. 12 ഐറ്റംസ് ആണ് അഗ്ലോണിയമയിൽ നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഇനിയും ലിജോൻ്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് അതിൽ പലതും വിറ്റുപോയി. അല്ലെങ്കിൽ ഇതിന് ഇനിയും വേറെ കുറേ വെറൈറ്റികൾ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. എന്തായാലും ഇത്രയും വലിയ ഒരു വെറൈറ്റീനെ പരിചയപ്പെടുത്തുക, അതെല്ലാം വിശദമായിട്ട് എല്ലാം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും ഒരു നന്ദി ലിജോന് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാനിതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കും. ഈ ലിജോൻ്റെ ഫോൺ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യത്തിനും ലിജോനെ എപ്പോഴും വിളിക്കാവുന്നതാണ്. ബൈ, എല്ലാവർക്കും പ്രത്യേകം നന്ദി.